അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കധികം വൈകിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരുവിധം എല്ലാവർക്കും കണ്ണിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കണ്ണിന് വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും എന്നല്ല, എന്നാലും വിധം ആൾക്കാർക്കൊക്കെ ഉണ്ട്. പ്രായമായവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് വരെയും കണ്ണിന് പല പല അസുഖങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ അടുത്തുള്ള കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് വലിയ എമൗണ്ട് ഒന്നും ആവാതെ ട്രീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ വലിയ വലിയ സർജറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പൈസ കൊടുത്തിട്ട് 3 ലക്ഷം 4 ലക്ഷമൊക്കെ സർജറിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ട്, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പൈസയൊന്നും കയ്യിൽ അങ്ങനെ ഉണ്ടായിന്ന് വരത്തില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു സക്സസ് ആയിന്നും വരില്ല. എന്നുവെച്ചാൽ കുറേ അനുഭവങ്ങളുണ്ട് അങ്ങനത്തെ. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ ചെറിയൊരു എമൗണ്ടിൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഭൂരിഭാഗം പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഞാനിപ്പോൾ ഈ ഇടയ്ക്കാണ് നമ്മളിത് ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ കോയമ്പത്തൂരുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരുകൾ, അതുപോലെ തന്നെ എവിടെ പോകണം, എവിടെ പോയാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുകൾക്കൊക്കെ ഒരു ഹെൽപ്പ് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല, ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒട്ടും ഈ പറഞ്ഞ പോലെ അങ്ങനെ തമിഴ്നാടാണ്, അപ്പോൾ ഇനി ഭാഷ പ്രശ്നമാവോ, എങ്ങനെയാണ് നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ച് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും കൂടെ ഒരു എന്താ പറയുക, ചെറിയൊരു ഗൈഡൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് എങ്ങനെയാണ് നമുക്ക് അവിടെ പോവാം, എങ്ങനെ ഹോസ്പിറ്റലിൽ എത്താം, എങ്ങനെ തിരിച്ചു വരാം എന്നുള്ള അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന തോന്നുവാണെങ്കിൽ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയതെന്നും എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നും ഞാൻ ചെറിയൊരു രീതിയിൽ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേപോലെ ഹസ്ബൻഡിന് കണ്ണിന് ചെറിയൊരു ആവശ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ കണ്ണിൻ്റെ ഹോസ്പിറ്റലുകളിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പം ഞങ്ങൾ തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ തൃശ്ശൂർ ഗവൺമെൻറ് മുളങ്ങത്തുകാവ് മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ചെറിയൊരു സർജറി കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ കണ്ണിനൊരു സർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രയായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂരിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് റാണി മേനോൻ ഐ ക്ലിനിക്ക്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മെഡിസിൻ തന്നു. എന്നിട്ട് ഒരു 1-2 ആഴ്ച മരുന്ന് കഴിക്കാൻ പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച പിന്നെ വേറൊരിടത്തിലേക്കും പോയില്ല. കാര്യം മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഇവിടെ വന്നപ്പോൾ മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. കാര്യം എന്ന് വെച്ചാൽ സർജറി വേണ്ടല്ലോ, കണ്ണിനുള്ളിലൊക്കെ സർജറി ചെയ്യാന്ന് പറയുമ്പോൾ അത് കോംപ്ലിക്കേഷൻ ആവില്ലേ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. വേറെ ഏതെങ്കിലും ഒരു നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ടാണെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല. ഇത് കണ്ണാവുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് ഞങ്ങൾ റാണിയിലേക്ക് പോയത്. അങ്ങനെ അവിടെ പോയി 2 ആഴ്ചത്തെ മരുന്ന് തന്നു. 2 ആഴ്ചത്തെ മെഡിസിൻ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ കാണാൻ പോയി. അപ്പോൾ അവർ സീനിയർ ഡോക്ടറെ റെഫർ ചെയ്തു. അപ്പം നമ്മളങ്ങനെ സീനിയർ ഡോക്ടർക്ക് നമ്മൾ ബുക്കിംഗ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീനിയർ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നമ്മൾ ജസ്റ്റ് കയറിയുള്ളൂ. അവരുടെ എന്താ പറയുക, അതിനകത്ത് നമ്മൾ ഇരുന്നു. മെഷീൻസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഇരുന്നു. ജസ്റ്റ് ആ ഡോക്ടർ ഒന്ന് കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് അപ്പം തന്നെ പറഞ്ഞു, അതെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അമൃതയിലേക്ക് പോയിക്കോളൂ, ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, നിങ്ങൾ അമൃതയിലേക്ക് പോയിക്കോ, ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എന്താണ് ഇങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾ അവിടെ പോയി ആ ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ജസ്റ്റ് കൈ ഒഴിഞ്ഞ രീതിയിൽ അങ്ങനെ പറഞ്ഞു. കാര്യം നമുക്ക് ഈ ഒരു 2 ആഴ്ച നമുക്ക് പോയി കണ്ണിനൊക്കെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയിട്ട് നമുക്ക് ഇതായി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ റാണി മേനോനിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഒരു വൈകൽ വന്നത്. അവരത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു.
പക്ഷേ 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ചെന്നിട്ട് സീനിയർ ഡോക്ടറെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി ഇരുന്നിട്ട് ഈ ഡോക്ടർ ആകെ കൂടെ പറഞ്ഞത് ഇതാണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ആകെ ടെൻഷനായി, സങ്കടമായി, വിഷമമായി, ആകെ കൺഫ്യൂഷനായി. ഇതെന്താ ഇവരിങ്ങനെ പറയണേ, എന്താ ചെയ്യണ്ടേന്നുള്ളൊരു അവസ്ഥയില്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി. എന്നിട്ട് ഞങ്ങളിപ്പോൾ നമുക്ക് അമൃതയിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം പൈസ വരും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഞാൻ ജസ്റ്റ് വിളിച്ചിങ്ങനെ ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞ ഡോക്ടറെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ 2 ആഴ്ച ലീവിലാണ്, അതിന് ശേഷമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകുന്ന ഒരാൾ പെട്ടെന്ന് കണ്ണിന് വയ്യാതെ ജോലിക്ക് പോകാതിരിക്കുമ്പോഴത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അത്രയും അമൃതയിലേക്ക്, പിന്നെ മാത്രമല്ല അമൃതയിൽ പോയാൽ നല്ല എക്സ്പെൻസാണെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അമൃതയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും നമ്മളിങ്ങനെ വിളിച്ച് ചോദിച്ച് എടുത്ത് പിടിച്ചൊക്കെ വന്നപ്പോൾ ഇതിന് ഒരു എന്താ പറയുക, ഒക്യുലോപ്ലാസ്റ്റിക് സർജൻ, അങ്ങനെ ഒക്യുലോപ്ലാസ്റ്റിയുടെ വിഭാഗത്തിലാണ് കാണിക്കേണ്ടതെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടി, ഐഡിയ കിട്ടി. അങ്ങനെ തൃശ്ശൂർ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ ലാസ്റ്റ് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു ആര്യ ഐ കെയർ അങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പം ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരിത് തോന്നി കേട്ടോ. നല്ലത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടറായാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് തന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം, മേ ബി നമുക്കിങ്ങനെ ലാഗ് അടിച്ച് പോയത് ചിലപ്പോൾ നല്ല സ്ഥലത്ത് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് അവരിങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യണം, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സർജറി എന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസത്തേക്ക് അവർക്ക് എന്തോ ഒരു മെഷ് വേണം, മെഷ് വെച്ചിട്ട് വേണം ഇത് സർജറി ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യിക്കരുത്, എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്തോന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പൈസ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണെങ്കിൽ ഇവിടെ ആര്യന് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല, വൈകും, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഒരു 1 മന്തോളം അതും ഇങ്ങനെ ലാഗായിപ്പോയി. അപ്പോൾ നമുക്ക് ആകെ ഇവരെന്തെങ്ങനെ പറയണേ, പ്രത്യേകിച്ച് ഒരു എമർജൻസി സർജറി എന്നൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. പക്ഷെ ഇവർ വിളിക്കുമ്പോഴും അത് വന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെ അത് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആയി. അപ്പം ഞങ്ങൾക്ക് അവിടെയും ഞങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അങ്കമാലി LF നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ LF പോയത് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളും നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്കമാലി LF പോയിട്ട് ഇതേപോലെ എടുത്തു, ഡോക്ടറെ കാണാൻ വേണ്ടി ഇരുന്ന് ടെസ്റ്റുകൾ കാര്യങ്ങൾ എല്ലാവരുടെയും ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പെരുമാറേണ്ട രീതികൾ അല്ലെങ്കിൽ അവരെ എന്താ പറയുക കൈകാര്യം ചെയ്യേണ്ട ഒരു രീതി കാര്യങ്ങളില്ലേ, അത് പല ഹോസ്പിറ്റലിലും ഇപ്പോൾ പോയപ്പോൾ അതൊരു ശരിയായൊരു സിസ്റ്റം അല്ലെന്ന് എനിക്ക് തോന്നി. LF പോയി നമ്മൾ ഡോക്ടറെ കാണാനിരുന്ന് ഡോക്ടർ ഈ പറഞ്ഞ പോലെ മെഷീനിൻ്റെ മുന്നിലിരുത്തി നോക്കിയിട്ട് പറഞ്ഞു ഇത് ശരിയാവില്ല കേട്ടോ. ഡോക്ടർ ഓപ്പണായിട്ട് പറയാണ് ഇത് ശരിയാവില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ണിന് ചെറുതായിട്ടൊരു കാഴ്ചക്കുറവുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്താ പറ്റിയെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിലത്തെ ഓർബിറ്റിന് ഫ്രാക്ചറാണ് ഉണ്ടായത്. അപ്പോൾ അത് ശരിയാവില്ല, നിങ്ങളിനി ഒരു കണ്ണും വെച്ച് നടന്നോ എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു. ശരിയെന്നാ പൊക്കോ, ഇനിയിപ്പോൾ ഇതിന് വല്ല ട്രീറ്റ്മെൻറ്റ് ഇല്ല, എവിടെ പോയാലും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്നാണ് LF ഡോക്ടർ പറഞ്ഞത്. അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LF എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പേര് കേട്ടൊരു ഹോസ്പിറ്റൽ, അവിടെയൊക്കെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞറിഞ്ഞൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയപ്പോഴും ഡോക്ടർ ഒരു മാതിരി ഇങ്ങനെ പറഞ്ഞു. പിന്നെ അന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട്, എന്നാൽ ഹസ്ബൻഡ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ കൂടെ പോയിരിക്കുന്നവരടുത്ത് പറയാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നുമില്ല. മുഖത്തടിച്ചോണം പറഞ്ഞു തനിക്ക് ഇപ്പോൾ ഒരു കണ്ണുള്ളൂന്ന് വിചാരിച്ച് താൻ നടന്നോ, അതല്ലാതെ ഇതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല, ഇതെവിടെ പോയാലും ശരിയാകാൻ പോകുന്നില്ല, താനീ ഒറ്റ കണ്ണും വെച്ച് നടന്നോ എന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ആ ആളത് ഇപ്പം നമ്മുടെ അടുത്തായാലും നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭയങ്കര വിഷമിച്ച് ഞങ്ങൾ പോന്നു. പിന്നെ എന്ത് ചെയ്യും എന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ നീ അവിടെ ഒന്ന് പോയി നോക്കിയേ, കോയമ്പത്തൂർ അങ്ങനെ അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്,
അവിടെ നിന്ന് പോയി നോക്ക്, എന്നിട്ട് ഇതാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. കാര്യം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ ഒരു കണ്ണ് ഇത്ര നാൾ 2 കണ്ണ് വെച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു കണ്ണ് മാത്രമായിട്ട് ഒറ്റ കണ്ണ് എന്നുള്ളതല്ല, കാഴ്ചയില്ലാത്തൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഹസ്ബൻഡ് ആകെ ടെൻഷനായിരുന്നു. ഞാനും അതിനേറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ അറിഞ്ഞപ്പോഴും പറഞ്ഞു, വേണ്ട, ഇത്രയും ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇനി അവിടെയും കൂടെ പോയിട്ട് അത് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, എല്ലാവരും ഇത്ര ഇത് പറയുന്നുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ സർജറി എന്ത് ട്രീറ്റ്മെൻറ്റും അവിടെ ചെയ്യും, അധികം പൈസ ചിലവില്ല, നമുക്ക് പോകേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മാത്രമല്ല എന്ത് ട്രീറ്റ്മെൻറ്റ് അവിടെ സക്സസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം നമുക്ക് സ്വയം വരുമല്ലോ. അങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ അന്വേഷിക്കാൻ പോയി ഇങ്ങനെ. അപ്പം ഇങ്ങനെ കുറച്ച് പേരുടെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ നേരത്തെ പോകണം, ബുക്കിംഗ് എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നമ്പർ കിട്ടി, നമ്പർ വിളിച്ചെടുത്തപ്പോൾ ബുക്കിംഗ് ഒന്നുമില്ല, ഡയറക്റ്റ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചത്. ഇത് കുറച്ച് ലെങ്ത് എന്ന് തോന്നുന്നുണ്ട്, കാര്യം ഓരോ ഹോസ്പിറ്റലുകളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേ നമ്മൾ 2 വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് പറ്റത്തില്ല. കാര്യം നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കാര്യം. ഇപ്പോൾ LF എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പണ്ട് മുതലേ അത്രയും അങ്കമാലി LF എന്ന് പറഞ്ഞാൽ അത്രയും പേര് കേട്ടൊരു ഹോസ്പിറ്റലാണ്. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് എതിരെ പറയുന്നതൊന്നുമല്ല കേട്ടോ. പക്ഷേ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവരുടെ അടുത്ത് പെരുമാറേണ്ട ഒരു രീതികളുണ്ട്. അപ്പോൾ ഏത് ഹോസ്പിറ്റലായാലും എവിടെ ആയാലും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എന്തോ എന്താ പറയുക, ഇതൊക്കെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഒരുവിധം ഹോസ്പിറ്റലുകളൊക്കെയും ട്രീറ്റ് ചെയ്ത് പോകുന്നത്, അങ്ങനെ തന്നെ പറയണം. കാര്യം ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ നിന്നുള്ള വേറെ ഇപ്പം നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ LF പോയ സമയത്ത് റാണിമേനോനിൽ പോയിട്ട് ഒരു കുട്ടിയുടെ ഇതേപോലെ ഇങ്ങനെ പറയാമെന്നിരുന്ന് കഴിഞ്ഞാൽ കുറേ ലെങ്തായി പോകും, പറഞ്ഞ കാര്യത്തിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോവും. ഒരു കുട്ടി ഇതേപോലെ കണ്ണിൽ എന്തോ പ്രശ്നമായിട്ട് ചെന്നിട്ട് ആ കൊച്ചിനെ എന്തോ +1 അങ്ങോട്ട് പഠിക്കുന്ന കൊച്ചാണ്, പെങ്കൊച്ചാണ്. അത് നമ്മൾ തൃശ്ശൂരുകാർ തന്നെയായിരുന്നു കേട്ടോ. റാണിയിൽ പോയിട്ട് അത് കൂടുതലായിട്ട് അവർ LF വന്നേക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, LF പോയിട്ട് പറ്റിയില്ല എന്ന് പറയണമെങ്കിൽ ഞങ്ങളിങ്ങനെ കോയമ്പത്തൂരത്തെ കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടി ഇരിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുവിധം എല്ലാവരുടെ അടുത്തും നമ്മൾ പോയ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയിട്ട് പറ്റാതെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അരവിന്ദിലേക്ക് പോകാം, അവിടെ അധികം പൈസയില്ല, നല്ല ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് കേട്ടിട്ട്. അപ്പം നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, നമ്മുടെയും ശരിയാവും, നമുക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ലോകത്തിലുണ്ടോ എന്ന് ചിന്തിച്ച് പോവും. അത്രയും എന്താ പറയുക, വാക്കുകളില്ല പറയാനായിട്ട്. അത്രയും നഴ്സുമാരുടെ ഇടപെടൽ, സ്റ്റാഫുകളുടെ ഇടപെടലുകൾ, എന്താ പറയുക, നമുക്കൊന്നും അറിയണ്ട, നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തിക്കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു ഭാഷയുടെ പ്രശ്നം വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്കാൾ പോകുന്നതിനേക്കാളും എന്താ പറയുക, അത്രയും കെയറിങ്ങിൽ, അത്രയും സ്നേഹമായിട്ട് ഭയങ്കര ഭയങ്കര ഒരു ഇതിലാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അതല്ലാത്ത സ്റ്റാഫുകളായാലും ഒക്കെ പെരുമാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിനകത്ത് കാല് കുത്തുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നും. കാര്യം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി തോന്നും, നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. അപ്പം തന്നെ ഒരു അസുഖമായിട്ട് വരുന്ന ഒരാളുടെ മൈൻഡ് ഓക്കെ ആയാൽ തന്നെ അവരസുഖം പകുതി മാറി എന്നാണ് പറയുക, അല്ലേ? നമ്മളങ്ങനെയല്ലേ, നമ്മളിപ്പോൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മളിരിക്കുന്നു. അപ്പം നമ്മൾ അങ്ങനത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതെ കെയർ ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അങ്ങനെ തന്നെ ആവത്തുള്ളൂ. പക്ഷെ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കാലെടുത്ത് വെച്ചപ്പോൾ നമുക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, ചില സ്ഥലത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ വന്നിട്ട് കുറേ പൈസ വാങ്ങിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന പോലെ വാങ്ങിയിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് പോകുന്ന പേഷ്യൻസ് അല്ല അവിടെ. എല്ലാവരും മനസ്സ് നിറഞ്ഞ് ഇറങ്ങി പോകുന്നവരാണ്. അപ്പം അതിൻ്റെ ഒരു അനുഗ്രഹം, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോഴും പുതിയ ആൾക്കാർ വരുന്ന സമയത്തും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും. അതാണ്. അപ്പോൾ അങ്ങനെ
എന്താ പറയുക, ഞാനിങ്ങനെ പറഞ്ഞ് പോവാണ്. നമുക്ക് അത്രത്തോളം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഉണ്ടായത്. അങ്ങനെ ഇപ്പം എനിക്കറിയാം, ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇത് എന്തിനാ ഇങ്ങനെ ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഇത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് പോയതാണ് കേട്ടോ. അതല്ലാതെ വീഡിയോ ഇങ്ങനെ ലെങ്തായി പോകുന്നതല്ല. അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തിപ്പെടും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പോവും, ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്റ്റാർട്ടിങ് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരായതുകൊണ്ട് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് KSRTCക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോയമ്പത്തൂർക്കുള്ള ബസ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് കോയമ്പത്തൂർക്ക് കയറാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് കിട്ടുകയാണെങ്കിലും പാലക്കാട് നിന്ന് എപ്പോഴും കോയമ്പത്തൂർക്ക് ബസ് ഉണ്ടാവും, നമുക്ക് അങ്ങനെയും കയറാം. അപ്പോൾ നമ്മൾ പലവട്ടം പോകുമ്പോൾ പല രീതിയിലാണ് നമുക്ക് കിട്ടുന്ന ബസ് അനുസരിച്ചിട്ടാണ് നമ്മളങ്ങനെ പോവാറ്. അപ്പോൾ ഏത് നാട്ടിൽ നിന്നാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് കോയമ്പത്തൂർ, അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ, അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങിയാൽ മതി. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് കോയമ്പത്തൂർ കിട്ടുകയാണെങ്കിൽ ഒരാൾക്ക് 164 രൂപയാണ് വരുന്നത്. ഇനിയിപ്പോൾ അതല്ല പാലക്കാടുക്കാണെങ്കിൽ പാലക്കാട് വരെ 82 രൂപയും, അതുപോലെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് പോവുകയാണെങ്കിൽ 54 രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ വരെ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് എത്താൻ പറ്റും, ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ കോയമ്പത്തൂർ സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെയും നമുക്ക് അവിടെ നിന്ന് ബസ്സിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബസ് അറിയാനായിട്ട് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. 90A അതുപോലെ 94A ഈ ഇങ്ങനെ 2 നമ്പറുള്ള ബസ്സുകളാണ് അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ബസ്സുകൾ കേട്ടോ. അതല്ലാത്ത ബസ്സുകളും ഉണ്ട്, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പിന്നെ കുറച്ച് നടന്ന് അല്ലെങ്കിൽ വേറെ ബസ് കയറി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ ഈ 2 നമ്പർ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 90A 94A, അപ്പോൾ ഇങ്ങനെ ഈ 2 ബസ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബസ് വരുമ്പം ഡയറക്റ്റ് അതിനകത്ത് കയറുക. ജസ്റ്റ് 19 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അരവിന്ദ് ഹോസ്പിറ്റലിന് മുന്നിൽ നമ്മളെ ഇറക്കി തരും. ഇനിയിപ്പോൾ വഴി തെറ്റിപ്പോവോ അല്ലെങ്കിൽ അവർ പറയാതിരിക്കുമോ ഇറങ്ങാൻ പറ്റാതിരിക്കുമോ എന്നുള്ള ടെൻഷനോ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. കാര്യം ഒരുപാട് ആൾക്കാർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് ഒരുവിധം അരവിന്ദ് ഹോസ്പിറ്റലിലേക്കുള്ള ആൾക്കാർ തന്നെ എനിക്ക് ഈ 2 നമ്പറും പറഞ്ഞ ബസ്സിലുണ്ടായിരിക്കുക. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇടയിൽ കണ്ടക്ടറുടെ അടുത്ത് പറയാം. അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും അടുത്ത് അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. കാര്യം കൂടുതലും മലയാളികളാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് വരുന്നതാണ് എന്നുള്ളതൊക്കെ. അറിയാത്ത ആൾക്കാരാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് തരും കേട്ടോ. അറിയാത്തതാണെങ്കിലും പറഞ്ഞു തരാനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പോയതാണല്ലോ, അപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന പോലെ നമുക്ക് അന്നൊരു ഇതുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ച് അറിഞ്ഞും പിടിച്ചൊക്കെയാണ് നമ്മളും ആദ്യമായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അറിയാത്തൊരാൾക്കാണെങ്കിൽ പോലും എത്തിപ്പെടാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, തൊട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി എൻട്രൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ റിസപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലായിട്ട് 2 കൗണ്ടറുകളുണ്ട്. അതായത് 14 എന്നുള്ള നമ്പറുണ്ട്, 4 എന്ന് പറഞ്ഞിട്ട്. അവിടെ എല്ലാ റൂമുകളാണ്. അങ്ങനെ ഒരു നമ്പറുകളുണ്ട്, എല്ലാ റൂമിനും ഓരോ നമ്പറുണ്ട്. അപ്പോൾ ഈ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻസ് ആണ്. അതായത് നമ്മൾ ഒരു വട്ടം കണ്ട് പിന്നെ വീണ്ടും കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് 14 എന്ന് പറയുന്ന നമ്പർ. അപ്പുറത്തെ സൈഡിൽ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നത് 4 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഫോം ഉണ്ട്. ആ ഫോമിന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ കൊടുക്കണം. 100 രൂപയാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നോർമൽ ഒരു ജനറൽ ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ 200-250 രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത്രയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ എല്ലാ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ വരുന്നത്. അത് 100 രൂപയിൽ നമുക്ക് 3 മാസം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. 3 വട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വട്ടത്തേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു 100 രൂപ നമ്മൾ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും 100 രൂപയൊക്കെ കൊടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോയി അവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എന്താണോ അവർ വലിയ രീതിയിലൊന്നും നോക്കത്തില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരു 1000 രൂപ ഫീസ് കൊടുത്തിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാൽ പോലും നമുക്ക് കിട്ടാത്ത ഇത്രയും ഒരു കൺസിഡറേഷനും ഒരു കെയറിങ്ങും ഇവിടെ ഉള്ള സ്റ്റാഫുകളായാലും നഴ്സുകളായാലും നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അത് നേരിട്ട് പോയി അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ. ഒരുവിധം ഇപ്പോൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ നിങ്ങളാരെങ്കിലും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ അനുഭവം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ആരെങ്കിലും ഉപകാരമാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പോകാൻ പറ്റാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നവർ, കണ്ണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നിൽക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആവുമല്ലോ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറയും, നമ്മളെ അവിടെ ഇരിക്കും. അതിന് ശേഷം ഇവർ ഓരോ നമ്പർ അനുസരിച്ച് ഇത്ര ടോക്കൺ അത്ര ഇതാവുമ്പോഴോ കുറച്ച് പേരാകുമ്പോഴോ അവരങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ മൈക്ക് കണ്ടോ അവിടെ നിന്നിട്ട് അവർ വിളിക്കും. വിളിച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമ്മുടെ പേര് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് പേര് വിളിച്ചിട്ട് അവർ ഒരുമിച്ച് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ തരം ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിളിക്കും. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അയ്യോ ഇനി എവിടേക്ക് പോകണം, എന്ത് പോകണം, അങ്ങനെ എന്തോ ഇതൊക്കെ ഇങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പേര് വിളിക്കുന്നവരിങ്ങനെ അവിടെ വന്ന് നിൽക്കും. എല്ലാവരും കൂടെ ഒരുമിച്ച് അവർ ഡോക്ടേഴ്സിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകും. ടെസ്റ്റ് ചെയ്യാനോടത്തേക്ക് ആദ്യം കൊണ്ടുപോകും. അതിനുശേഷം എല്ലാ തരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനെ കാണും. എന്നിട്ട് പിന്നെ അടുത്തടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഓരോരുത്തരുടെ എന്താണ് അസുഖം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറയും. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കും. രാവിലെ ഇപ്പോൾ എല്ലാവരും നേരത്തെ പോകുന്നവരായിരിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, നൈറ്റ്, എല്ലാ നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഹോസ്പിറ്റലിനകത്ത് തന്നെയുണ്ട്. പിന്നെ വാഷ്റൂം ആയാലും അതുപോലെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ്. മെഡിസിൻസ് ആയാലും ഇപ്പോൾ കണ്ണടയാണെങ്കിൽ കണ്ണിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ കണ്ണട കാര്യങ്ങൾ എല്ലാത്തിനുള്ള സൗകര്യം അതിനകത്തുണ്ട്. അതും അയ്യോ തമിഴ്നാടല്ലേ, ഓ തമിഴല്ലേ അല്ലെ, അങ്ങനെ എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണല്ലോ. നമ്മൾ തമിഴര് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വരിക. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മലയാളികളുണ്ട്. എന്താ പറയുക കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, തിരുവനന്തപുരം, അങ്ങനെ പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പറ്റാതെ വന്ന ആൾക്കാരുകൾ, അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം കേട്ടോ. അപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണെന്ന് നമുക്ക് അപ്പം തന്നെ തോട്ട് വരും. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. എന്താ പറയുക എല്ലാ സ്റ്റാഫുകളും അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ പെരുമാറുന്നതൊക്കെ. അങ്ങനെ എന്താ പറയുക നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയ്യോ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യൻറ്റിനെ അവർ തിരിച്ച് മടക്കി വിടത്തില്ല. അവരുടെ മാക്സിമത്തിൻ്റെ അപ്പുറം അവർ ട്രൈ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എറണാകുളത്ത് ചൈതന്യ അവിടെ പോയിട്ട് ഒരു എന്താ പറയുക ഷുഗർ വന്നിട്ട് കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് സർജറി കഴിഞ്ഞ ആൾക്കാരുകൾ വീണ്ടും ഇവിടെ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സർജറി ഇതാക്കി കാഴ്ച കുഴപ്പമില്ലാതെ കുറേ എന്തോരം അനുഭവങ്ങളാണ് പറഞ്ഞ് തീരില്ല കേട്ടോ. പിന്നെ വീഡിയോ ഇങ്ങനെ ഭയങ്കര ലെങ്തായി പോകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്. പറയാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ കണ്ണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ണുപരമായ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ വെറുതെ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി നടന്ന് ടൈമും പൈസയും കളയണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോകാം. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാരം അത് ചെറിയൊരു അസുഖം മുതൽ എത്ര വലിയൊരു അസുഖമാണെങ്കിൽ പോലും അവരത് ട്രീറ്റ് ചെയ്ത് അവർ റെഡിയാക്കി തരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലും ഇത് എത്തിക്കുക. കാര്യം കുറേ പൈസ ചിലവാക്കിയിട്ട് കണ്ണിന് ട്രീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന ആൾക്കാരുകളും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഒന്നും ഓക്കെ ആവാത്ത ആൾക്കാരും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരോ അങ്ങനെ ഏതൊക്കെ ആൾക്കാരുണ്ടോ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ ഹസ്ബൻഡിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു കംപ്ലീഷനായിട്ട് ഞാൻ കുറച്ചും കൂടെ പറയുകയാണ്. ഞങ്ങളങ്ങനെ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി. അവർ കണ്ണ് നോക്കി എന്നിട്ട് അവർ മെഡിസിൻ തന്നു. അവർ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇത് സർജറിയുടെ ആവശ്യമില്ല, നമുക്ക് മരുന്നൊഴിച്ച് നമുക്ക് നീരുണ്ട് കണ്ണിനകത്ത്, അപ്പം നീര് പറ്റുന്നതോട് കൂടി ചിലപ്പോൾ തനിയെ ഇത് റെഡിയാവാൻ സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെഡിസിൻ തന്നു. അത് കഴിച്ചു. അങ്ങനെ മരുന്നൊക്കെ കണ്ണിലൊഴിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 മാസമായി. നമ്മൾ ഒരു മാസം കൂടുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്.
അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡിൻ്റെ കണ്ണ് ശരിയായി വരുന്നുണ്ട്. ശരിയായി വന്നു, ഒരു ഭൂരിഭാഗം റെഡിയായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിയുടെ ആവശ്യമില്ല. അത് പതുക്കെ പതുക്കെ കണ്ണിനായാലും എന്ത് ഇതായാലും പെട്ടെന്ന് നമുക്ക് തനിയെ ഹീലാവാനുള്ള പ്രോപ്പർട്ടി നമ്മുടെ കണ്ണിനുണ്ട്. അപ്പോൾ അതിപ്പോൾ ചെറുപ്പമാണ്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ സർജറി ചെയ്ത് ഇതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും അത്രയും പറ്റാത്തൊരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ സമയത്തായാലും സർജറീനെ പറ്റിയിട്ട് നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമ്മളും ഹാപ്പിയായി. ഇപ്പോൾ അങ്ങനെ കണ്ണിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഓക്കെ, വീഡിയോ ഇച്ചിരി ലെങ്ത് ആയെന്ന് എനിക്കറിയാം. കാര്യം പരമാവധി ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരുകാരുടെ പ്രത്യേകതയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ പറയുമ്പോൾ നീട്ടി അങ്ങ് പോവും. ചിലവർക്കത് ഇഷ്ടപ്പെടും, ചിലവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് ഉപകാരപ്രദമായ വീഡിയോ മാത്രമല്ല, പറ്റുമ്പോഴൊക്കെ എന്തെങ്കിലും വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും വീഡിയോസൊക്കെ ഇടണമെന്ന്, പക്ഷേ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ തന്നെ ബെൽ ബട്ടൺ ഞെക്കി കൊടുക്കുക. അതിൻ്റെ ടേംസും കാര്യങ്ങളൊന്നും അപ്പോൾ എൻ്റെ ഈ വർത്തമാനം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമായി എന്നൊക്കെ തോന്നുകയാണെങ്കിലും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, എനിവേ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കൂടുതൽ തിരിച്ചു വരാനുള്ള കാര്യം പറയാൻ വിട്ടുപോയി. അതിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അത് വിട്ടുപോയതാണ്. അപ്പം ഞാൻ വേഗം അതും കൂടെ ഒന്ന് പറയാം. നമ്മൾ എന്താ പറയുക, അങ്ങോട്ട് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലോ. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് നീങ്ങിയിട്ടായിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 94, 90 ബസ്സുകളൊക്കെ വരും. അതുപോലെ കൂടുതൽ ബസ്സുകൾ തിരിച്ചു പോകാനായിട്ട് ബസ്സുകൾ കുറവാണ്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞ നമ്പറായിട്ട് ബസ്സുകൾ വരും. അല്ലെങ്കിൽ 2 നമ്പർ നോക്കണ്ട, അവിടെ എല്ലാം ബസ്സുകൾക്ക് നമ്പറാണ്. അതല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഉക്കടം പോകണ ബസ് സ്റ്റാൻഡ്, ഉക്കടം ചിലപ്പോൾ പോവില്ല. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിനെ ഉക്കടം എന്നാണ് അവർ പറയുക. അവിടുത്തെ ഒരു ഭാഷ അനുസരിച്ച് ഉക്കടം എന്നാണ് ആ സ്റ്റോപ്പിന് പേര്. അപ്പോൾ നമുക്ക് ഉക്കടം പോവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചില ബസ്സുകൾ പോവും, ചില ബസ്സുകളൊക്കെ റൂട്ട് മാറിപ്പോവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുതല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ജസ്റ്റ് കയറുന്നതിന് മുന്നേ ബസ്സുകൾ കൊണ്ട് നിർത്തുന്ന സമയത്ത് ചോദിക്കുക ഉക്കടം പോവാന്ന്. അപ്പോൾ ഉക്കടം പോവില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകുന്ന ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നിൽക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഹാളിൽ പോകണ ബസ് ചോദിച്ചാൽ മതി. അപ്പോൾ ടൗൺ ഹാളിൽ പോയിട്ട് ടൗൺ ഹാളിൽ പോണ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ടൗൺ ഹാളിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റോപ്പിൽ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള ഈ ഉക്കടം ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ വരിക. ഉക്കടം ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് തൃശ്ശൂർക്കാണെങ്കിൽ തൃശ്ശൂർ, ഏത് സ്ഥലത്തേക്കാണെങ്കിൽ ബസ് ഉണ്ടാവും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാടേക്ക് കയറി കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് പിന്നെ എല്ലാ സ്ഥലത്തേക്കും എപ്പോഴും ബസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് തിരിച്ച് സുഖമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തിരിച്ചെത്താൻ പറ്റും.